നമുക്ക് QT ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിൻ്റെ ഒരു ബേസായിട്ട് വരുന്ന ഒരു ചാപ്റ്ററായിട്ടുള്ള ഫീൽഡ് സ്റ്റഡി ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫീൽഡ് സ്റ്റഡി എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഫീൽഡ് സ്റ്റഡി മീൻസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് എ പ്രോബ്ലം ബൈ കളക്ടിങ് ന്യൂമറിക്കൽ ഫിഗേഴ്സ് ത്രൂ സർവേ. അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ന്യൂമറിക്കൽ ഫിഗേഴ്സ്, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സർവേ വഴി കളക്ട് ചെയ്യുക. അതായത് ആളുകളെ നമ്മൾ സമീപിച്ച് അവരെ ചോദിച്ചറിഞ്ഞ് ക്വസ്റ്റ്യനറോ മറ്റോ കൊടുത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സർവേ വഴി കളക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫീൽഡ് സ്റ്റഡി എന്ന് വിളിക്കാം. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഇംപ്ലൈസ് എ സെർച്ച് കണ്ടക്റ്റഡ് വിത്ത് ദി എയ്ഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് കളക്ഷൻ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് ദ എയ്ഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ കോമ്പിലേഷൻ നടത്തുന്നു, ഒരുമിപ്പിക്കുന്നു, അനാലിസിസ് നടത്തുന്നു, ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നു, അല്ലേ? അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് വിശകലനം നടത്തിയിട്ട് നമ്മുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അത്രയും കാര്യങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫീൽഡ് സർവേയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ദർ ആർ മെനി സ്റ്റേജസ് ഫോർ എ ഫീൽഡ് സ്റ്റഡി. ഒരു ഫീൽഡ് സ്റ്റഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണ 2 കാറ്റഗറിയിലാണ് പെടുന്നത്, അല്ലെങ്കിൽ 2 ആയിട്ട് നമുക്കതിനെ തരംതിരിക്കാം, അല്ലെങ്കിൽ 2 സ്റ്റേജുകളുണ്ടെന്ന് പറയാം, 2 ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തത് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് എൻക്വയറിയാണ്. നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിൻ്റെ ഡിസൈനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് എക്സിക്യൂട്ടിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയാണ്. ആ പ്ലാനുകളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് എൻക്വയറിയാണ്. എ വെൽ പ്രിപ്പയർഡ് പ്ലാൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് എ സർവേ. അപ്പോൾ ഏതൊരു പഠനമാണെങ്കിലും ഏതൊരു സർവേ ആണെങ്കിലും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറേ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്ലാന് നമുക്ക് ഏതൊരു സർവേക്കും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എ വെൽ പ്ലാൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഇൻവോൾവ്സ് ദ ഫോളോവിങ് സ്റ്റേജസ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിക്ക് മുമ്പായിട്ട്, ആ ഒരു ഫീൽഡ് സർവേക്ക് മുമ്പായിട്ട് നമ്മൾ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഡെഫിനേഷൻ ഓഫ് ദി പ്രോബ്ലം. നമ്മൾ എന്താണോ നമ്മൾ പഠിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ആ ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു ഡെഫിനേഷൻ നൽകണം, അല്ലേ? അതായത് നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ദ പ്രോബ്ലം ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന, നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന, കണ്ടെത്താൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക. ഈസ് ടു ബി ഡിഫൈൻഡ് ഇൻ എ ക്ലിയർ ലാംഗ്വേജ്, അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു ഭാഷയിൽ നമ്മളതിനെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കോളേജിലെ കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ യൂസേജിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എക്സാമിനേഷനും അവരുടെ എഫോർട്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ച് പഠിച്ചാലും നമ്മളതിൻ്റെ ആ ഒരു എന്താണ് പ്രോബ്ലം എന്നുള്ളത്, എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എഴുതി വെക്കണം, അല്ലേ? അതാണ് പ്ലാനിങ്ങിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ രണ്ടാമത് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറിയാണ്. ഒബ്ജക്റ്റീവ്സും സ്കോപ്പ് ഓഫ് എൻക്വയറിയും, അതായത് നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒപ്പം തന്നെ അതിൻ്റെ സ്കോപ്പ്, ഏതൊക്കെ ഏരിയകളാണ് അത് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ വരുന്നത്, അല്ലേ? അപ്പോൾ നെസസറി ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ് കീപ്പിംഗ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻക്വയറി. നമ്മുടെ എൻക്വയറിയുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അല്ലേ? അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അതോടൊപ്പം തന്നെ സ്കോപ്പ് ഓഫ് എൻക്വയറി എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഏരിയ ടു ബി കവേർഡ്, അല്ലേ? നമ്മൾ ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കോളേജിലെ കുട്ടികളെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ കാര്യം നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വെക്കണം, അല്ലേ? അതനുസരിച്ചാണ് നമ്മൾ പഠനം പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഏരിയയാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റയർ കേരള നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഇത് പീരിയഡ് ഓഫ് സ്റ്റഡി, എത്ര നാളത്തേക്കാണ് ഈ പഠനം നടത്തുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തെ ഡാറ്റയാണോ, ദ സാമ്പിൾ ടു ബി സെലക്റ്റഡ്, എത്ര സാമ്പിളുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മുഴുവൻ ആളുകൾ, നമ്മൾ കുറേ കോളേജുകൾ പഠിക്കുമ്പോൾ അതിൽ എല്ലാ കോളേജിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സാമ്പിളുകൾ മാത്രം തിരഞ്ഞെടുത്താൽ മതി, അല്ലേ? കുറച്ച് സ്റ്റുഡൻസിനെ മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് പഠനം നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ സാമ്പിളായിട്ട് എത്ര ആളുകളാണ് സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതെല്ലാം ഈ ഒരു സ്കോപ്പിൽ വരുന്നതാണെന്ന് ഓർക്കുക. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ, നമുക്ക് എങ്ങനെയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മൾ എവിടെ നിന്നാണ് വിവരങ്ങൾ തേടുന്നത് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലാണ് വരുന്നത്. പ്രൈമറി ഡാറ്റ, അപ്പം തന്നെ രണ്ടാമത് വരുന്നത് സെക്കൻഡറി ഡാറ്റയാണ്.
പ്രൈമറി ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന, നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്ന റിസർച്ചർ അല്ലെങ്കിൽ ഈ പഠനം നടത്തുന്ന ആൾ ഡയറക്റ്റായിട്ട് നേരിട്ട് കളക്ട് ചെയ്യുന്ന വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യനെയറൊക്കെ കൊടുത്തുകൊണ്ട് അത് ഫില്ലപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ റെസ്പോണ്ടൻസിൽ നിന്നും നമ്മുടെ വിവരങ്ങൾ തേടുന്ന ആളുകളിൽ നിന്നും ഡാറ്റ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ അതെന്ത് ഡാറ്റയാണ്? പ്രൈമറി ഡാറ്റയാണ്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാം. മറ്റാരെങ്കിലും കമ്പയർ ചെയ്ത് വെച്ചാൽ, മറ്റാരെങ്കിലും കളക്ട് ചെയ്ത് ഒരുമിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് നമ്മുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സിൽ നിന്നുള്ള ഡാറ്റ കളക്ഷനാണ്. അപ്പോൾ നമ്മുടെ മറ്റ് ഏജൻസികൾ, ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലുള്ള ഡാറ്റ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ഡാറ്റയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠനം നടത്താവുന്നതാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റയെന്നും സെക്കൻഡറി ഡാറ്റയെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്ന ഓർത്തിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പിന്നീട് പഠിക്കുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് എൻക്വയറി, ഏത് ടൈപ്പ് എൻക്വയറിയാണ് നടത്തേണ്ടതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി മേ ബി സെൻസസ് ഓർ സാമ്പിൾ. സെൻസസ് ഓർ സാമ്പിൾ, നമ്മൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ അല്ലെങ്കിൽ എല്ലാ ആളുകളെയും സമീപിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണെങ്കിൽ അതിനെ സെൻസസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം സാമ്പിളുകളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അവരിൽ നിന്ന് മാത്രം വിവരങ്ങൾ തേടാവുന്നതാണ് അല്ലേ. ഇപ്പോൾ സെൻസസ് സർവേ ആവാം, അല്ലെങ്കിൽ സാമ്പിൾ സെലക്ഷൻ വഴിയാകാം. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ വിവരങ്ങൾ തേടിയെടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയാകാം. ഒറിജിനലായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സർവേ ആകാം, അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റഡി ആവാം, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവായിട്ട് ആദ്യം നടത്തിയ സർവേയുടെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് വീണ്ടും നടത്തുന്ന സർവേ ആകാം. കോൺഫിഡൻഷ്യൽ സർവേ ആകാം, നോൺ കോൺഫിഡൻഷ്യൽ ആകാം അല്ലേ, രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആകാം. അങ്ങനെ ടൈപ്സ് ഓഫ് എൻക്വയറി പലതരത്തിലുണ്ട് അല്ലേ. അത് ഏതാണെന്നുള്ളത് നിശ്ചയിക്കണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതെല്ലാം പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ വരുന്നതാണ്. എന്താണ് നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചു വെക്കണം അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ മെഷേഴ്സ് ദ വേരിയബിൾ സെലക്റ്റഡ് ഫോർ എനുമറേഷൻ. അപ്പോൾ നമ്മൾ എനുമറേഷന് വേണ്ടി, എനുമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ പല വേരിയബിൾസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വിവരശേഖരണം നടത്തുന്നത്. ഇപ്പോൾ വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറയും. നമ്മളതിൻ്റെ ഒരു പക്ഷേ നമ്മൾ ആളുകളുടെ ഇൻകത്തെക്കുറിച്ചായിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവരുടെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ സ്റ്റഡി ടൈമിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ആളുകൾ, ഒരു ജനസംഖ്യയെക്കുറിച്ചായിരിക്കും നമ്മൾ പഠനം നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഏത് യൂണിറ്റാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആളുകളെക്കുറിച്ചാണെങ്കിൽ നമുക്ക് എണ്ണമാണ് പറയുന്നത് അല്ലേ. പോപ്പുലേഷനെ കുറിച്ചാണെങ്കിൽ നമ്മൾ നമ്പറാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്, ഇപ്പം ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ വർക്കേഴ്സിനെ കുറിച്ചല്ലേ, ആ വർക്കറുകളുടെ എണ്ണം പറയാം. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് എന്യൂമറേഷൻ, യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ യൂണിറ്റ്സ് ഓഫ് എന്യൂമറേഷൻ എന്ന് വെച്ചാൽ ആർ ദോസ് വിച്ച് ആർ ഡാറ്റ കളക്റ്റഡ്. നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്സാണ്. അപ്പോൾ ഒരു വർക്കറാണെങ്കിൽ ഒരു വർക്കർ നമുക്ക് പറയാം, അല്ലെങ്കിൽ വർക്കേഴ്സിന് എണ്ണമായിട്ട് പറയാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൂക്കമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ, വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എ ടൺ എന്ന് പറയാം, അല്ലെങ്കിൽ എ റൂം എന്ന് പറയാം, അല്ലെങ്കിൽ ആൻ ആക്സിഡൻ്റ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള യൂണിറ്റുകൾ ഏതാണ് നമ്മളെന്നുള്ളത് തീരുമാനിച്ച് വെക്കണം. യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആർ ദോസ് യൂണിറ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ ഇതിൽ തന്നെ യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പാരിസണിന് വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി അനാലിസിസ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് റേഷ്യോസ്, പെർസെൻറ്റേജ്, കോഎഫിഷ്യൻ്റ് പോലുള്ള യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റുകൾ ഏതാണെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റാണ് ഉള്ളതെന്നും, അതായത് യൂണിറ്റ് ഓഫ് എന്യൂമറേഷൻ ആൻഡ് യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. യൂണിറ്റ് ഓഫ് എന്യൂമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏത് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഒപ്പം തന്നെ യൂണിറ്റ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയും ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സഹിതം അത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഡിഗ്രി ഓഫ് ആക്യുറസി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് എത്രമാത്രം കൃത്യതയോടുകൂടിയാണ് നമ്മൾ ഈ പഠനം നടത്തുന്നുള്ളത്. ദ ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് ടു ബി മെയിൻറ്റൈൻഡ് ഇൻ ദ എൻക്വയറി. ആബ്സല്യൂട്ട് ആക്യുറസി ഈസ് നോട്ട് പോസിബിൾ ബട്ട് എ റീഫണ്ടബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് പോസിബിൾ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ആക്യുറസി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ആബ്സല്യൂട്ട് ആക്യുറസി, കംപ്ലീറ്റ് ആക്യുറസി ഒരുപക്ഷെ നമുക്ക് നേടാൻ പറ്റില്ലെങ്കിലും മാക്സിമം ആക്യുറസി നമുക്ക് പറ്റാവുന്നതിന് സാധ്യമാകുന്നതിൻ്റെ മാക്സിമം ആക്യുറസിയിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനും അതിൻ്റെ അനാലിസിസ് നടത്താനും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും റിസൾട്ട് പുറത്തു വരാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അല്ലേ.
അപ്പോൾ ഡിഗ്രി ഓഫ് ആക്യുറസിയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പ്ലാൻ ചെയ്യണം. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷന് വേണ്ടി ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് 2 തരത്തിലാണ് പ്രധാനമായിട്ടും മെത്തേഡ് പറയുന്നത്. സെൻസസ് മെത്തേഡും ഉണ്ട്, സാമ്പിൾ മെത്തേഡും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കോളേജിലെ സ്റ്റുഡൻസിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ സെൻസസ് മെത്തേഡ് എന്ന് പറയാം. ഓരോ കോളേജിൽ നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരു 10 പേരെ വെച്ച് തിരഞ്ഞെടുത്ത് സാമ്പിളുകളായിട്ട് തിരഞ്ഞെടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് സാമ്പിൾ മെത്തേഡ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എന്യൂമറേഷനാണ്, എല്ലാവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ എന്യൂമറേഷനാണ്, അതായത് എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യില്ല, എല്ലാ ആളുകളെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അതാണ് ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രെയിം, നമ്മളൊരു സാമ്പിളിംഗ് ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂട്, അല്ലേ, അത് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എ ഫ്രെയിം മീൻസ് എ ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ അണ്ടർ സ്റ്റഡി. അപ്പോൾ നമുക്ക് നമ്മുടെ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോപ്പുലേഷൻ, നമ്മൾ ആരിൽ നിന്നൊക്കെയാണോ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എൻ്റയർ യൂണിറ്റിനെ നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാം. ആ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയാണ് നമ്മൾ ഒരുമിച്ച് ഫ്രെയിം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഉൾപ്പെടുന്ന എല്ലാ യൂണിറ്റുകളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഉൾപ്പെടെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫ്രെയിം എന്ന് വിളിക്കുന്നു. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓൺ ആൻ എൻക്വയറി ടു ഫൈൻഡ് ഔട്ട് ദ സ്പെൻഡിങ് ഹാബിറ്റ് ഓഫ് എ കോളേജ് സ്റ്റുഡൻസ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്, അല്ലേ, അവർ ചിലവാക്കുന്ന രീതികളെക്കുറിച്ചുള്ള ഒരു പഠനമാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ്ലി വി ഹാവ് ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദി നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദി കോളേജ് ഇൻ കേരള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കേരളത്തിലെ കോളേജിൻ്റെ എല്ലാവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം, അല്ലേ? ദെൻ അതിനുശേഷം ദിസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫ്രെയിം ഫോർ ദി എൻക്വയറി. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിനുള്ള ഒരു ഫ്രെയിം ആണെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു സാമ്പിളിംഗ് ഫ്രെയിം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ യൂണിറ്റുകളും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് ഈ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രെയിമിൻ്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ഇത്രയും നേരം നമ്മൾ പറയുന്നത് പ്ലാനിങ് സ്റ്റേജ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി അതായത് വാട്ട് ഈസ് പ്ലാൻഡ്, നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതിനെ നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലേ? അതായത് എക്സിക്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി മീൻസ് പുട്ടിങ് ദ പ്ലാൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ടു ആക്ച്വൽ ഓപ്പറേഷൻ ഓർ ആക്ഷൻ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയെക്കുറിച്ച് നമ്മൾ നടത്തിവെച്ച പ്ലാൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ആക്ഷനിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണ് എക്സിക്യൂട്ടിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ടീം. നമുക്ക് ഈ റിസർച്ച് നടത്താൻ വേണ്ടി, പഠനം നടത്താൻ വേണ്ടി നമ്മളൊരു റിസർച്ച് ടീമിനെ നമ്മൾ എടുക്കുകയാണ്, അല്ലേ? അതിൽ ഓരോ ആളുകൾ നമ്മൾ നിയോഗിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് എൻക്വയറി വിൽ ബി എസ്റ്റാബ്ലിഷ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഒരു ടീമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എൻക്വയറിയും നടത്താനുള്ള ഉത്തരവാദിത്തം അവർക്കായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് ഓഫ് നെസസറി ഫോംസ് ആൻഡ് ക്വസ്റ്റ്നിയർ. നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്നിയർ ഉൾപ്പെടെയുള്ള ഫോമുകൾ, അല്ലേ, അതായത് ചോദ്യാവലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ദെൻ മൂന്നാമത് പറയുന്നത് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഫീൽഡ് സ്റ്റാഫ്. ഈ ക്വസ്റ്റ്നിയറുകളൊക്കെ നമ്മൾ കൊടുത്ത് വിട്ട ആളുകളെ കൊണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഫീൽഡ് സ്റ്റാഫിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഫീൽഡ് സ്റ്റാഫിനെ അവരുടെ ഈ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സർവേയുടെ പഠനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇത് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എഫിഷ്യൻസി ഓഫ് ദി ഫീൽഡ് സ്റ്റാഫ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഷുഡ് ബി പ്രോപ്പർലി സെലക്റ്റഡ് ആൻഡ് പ്രോപ്പർലി ട്രെയിൻഡ്. അവർക്ക് ആവശ്യത്തിന് കൃത്യമായിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ സൂപ്പർവിഷൻ ഓഫ് ഫീൽഡ് വർക്ക്. നമ്മൾ ഈ ഫീൽഡ് വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ഫീൽഡ് സ്റ്റാഫിനെ അയച്ചു ചെയ്യുമ്പോൾ അവർക്ക് ഒരു ടീം ലീഡർ ഉണ്ടായിരിക്കും. ടീം ലീഡർ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സൂപ്പർവിഷനും നമുക്ക് അത്യാവശ്യമാണ്. ദെൻ ഫോളോ അപ്പ് ഓഫ് നോൺ റെസ്പോൺസ്. നമ്മൾ ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടുമ്പോൾ ഒരുപക്ഷെ വിവരങ്ങൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുണ്ടാവാം. അങ്ങനെയുള്ള റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നീട് അവരെ സമീപിച്ച് നമുക്ക് അവരിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോളോ അപ്പ് പ്രൊസീജിയർ പിന്നീട് അത്ര ആളുകളെ സമീപിക്കേണ്ടതും ആവശ്യമായിട്ട് വന്നേക്കാം, അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. പ്രൈമറി ഡാറ്റ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യർ ഉപയോഗിച്ച് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യും. അതുകൂടാതെ സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ നമുക്കത് ആനുവൽ റിപ്പോർട്ടിൽ നിന്നും ബുള്ളറ്റിനുകളിൽ നിന്നും മാഗസിനിൽ നിന്നൊക്കെ നമുക്കത് കളക്ട് ചെയ്യാനെടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഡാറ്റ ആക്ച്വലി കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. ദെൻ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കണം, സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം, അല്ലേ? സ്ക്രൂട്ടനൈസേഷൻ ഓഫ് ഡാറ്റ ഇസ് ഓൾസോ കോൾഡ് എഡിറ്റിംഗ്. സ്ക്രൂട്ടണി നടത്തുന്നതിനെ നമ്മൾ എഡിറ്റിംഗ് എന്നും പറയും. ഇറ്റ് ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് വേരിയസ് മിസ്റ്റേക്സ് ഓർ എറേഴ്സ്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ചില എറേഴ്സൊക്കെ, തെറ്റുകളൊക്കെ അതിൽ കടന്നുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ, ബോധപൂർവമല്ലാത്ത തെറ്റുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രൂട്ടണി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ദെൻ എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷനാണ്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ ദി ഗ്രൂപ്പ് ഓർ ക്ലാസ്സസ്. അപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പല ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തരംതിരിക്കുന്നത് ഒരേ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഡാറ്റയെ നമ്മൾ ഒരു ക്ലാസ്സിലാക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലാക്കും. മറ്റൊരു സ്വഭാവത്തിലുള്ള കുറേ ഡാറ്റകൾ സിമിലർ സ്വഭാവം അനുസരിച്ച് നമ്മൾ വേറൊരു ക്ലാസ്സിലാക്കും. അങ്ങനെ തരംതിരിച്ച് എഴുതുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അത് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ്. ഓരോ ഡാറ്റയുടെ ഒരേപോലെയുള്ള സ്വഭാവം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരേപോലെയുള്ള ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിപ്പിച്ച് ഒരു സ്ഥലത്ത് വയ്ക്കും, അല്ലേ? ഒരു സ്ഥലത്ത് വയ്ക്കും. ആ രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടാബുലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഈ ഡാറ്റയെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ടാബുലാർ ഫോമിൽ അല്ലെങ്കിൽ ടേബിൾ ഫോമിൽ കോളംസ് ആൻഡ് റോസിലൊക്കെ എഴുതി വയ്ക്കുന്നതിനാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. ഇനി അനാലിസിസ് ഓഫ് ഡാറ്റ. നമ്മൾ അത്തരത്തിലുള്ള ഡാറ്റ നമ്മൾ ടാബുലാർ ഫോമിൽ തയ്യാറാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അനാലിസിസ് നടത്തേണ്ടതാണ്, അതിൻ്റെ വിശകലനം നടത്തേണ്ടതാണ്. അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി പല ടെക്നിക്കുകളുണ്ട്. ആവറേജസ് ഉപയോഗിക്കാം, ഡിസ്പെർഷൻ ഉപയോഗിക്കാം, കോഎഫിഷ്യൻസ് ഉപയോഗിക്കാം, കൈ-സ്ക്വയർ ടെസ്റ്റ് നടത്താം. ഇതെല്ലാം നമ്മുടെ അനാലിസിസിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിൽ പെടുന്നതാണ്. അതിനുശേഷം അനാലിസിസിന് ശേഷം നമ്മുടെ ഡാറ്റയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, ഡ്രോവിങ് ഇൻഫറൻസസ്, അല്ലേ? നമ്മൾ നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടെത്തുകയാണ്. ദിസ് ഈസ് ടു ബി ഡൺ വെരി കെയർഫുള്ളി. അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് കൃത്യമായിട്ടുള്ളൊരു സർവേയുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നത്. അല്ലെങ്കിൽ നല്ല റിസൾട്ടുകൾ കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് നടത്തുകയും ചെയ്യേണ്ടതാണ്, അല്ലേ? അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതാണ്. അതായത് നമ്മുടെ നടത്തിയ പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്, നമ്മുടെ ഫൈൻഡിങ്സ് അതെല്ലാം നമ്മൾ എഴുതി വെക്കണം, അല്ലേ? ആ ഒരു എഴുതി വെക്കുന്നതിനാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി അതിൻ്റെ റിപ്പോർട്ടിന് താഴെ പറയുന്ന ആസ്പെക്റ്റുകളുണ്ട്. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ദി നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ദി സർവേയുടെ നേച്ചർ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ മാറ്റം വരാം. ഏരിയ ഓഫ് കവറേജ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി സർവേയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മൾ എത്രമാത്രം ഏരിയ കവർ ചെയ്താണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, ഡാറ്റ കളക്ഷൻ. സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിച്ചത് ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. ടൂൾസ് ഫോർ അനാലിസിന് ഉപയോഗിച്ച ഇൻ്റർപ്രിട്ടേഷൻ ഉപയോഗിച്ച ടൂളുകൾ എന്തൊക്കെയാണ്, ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ് എന്തൊക്കെയാണ്, ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ സജഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കാൻ നമുക്കിനി ബാക്കി സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.